ഇപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് അതിൻ്റെ ഒരു സംഘടനാ നെറ്റ്വർക്കുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട്, അങ്ങനെ ഒരു ടീമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പിന് ബി ജെ പി നേരിട്ടത് മോഡി എന്ന ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാണ് ഈ തിരഞ്ഞെടുപ്പിനെ അവർ മുന്നോട്ട് പോയത്. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് മോഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഓറയും പിന്നെ ചാരിസ്മയും ഒക്കെ അതിനെ ബേസ് ചെയ്താണ് തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു 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 ഇന്ത്യ പോലുള്ള വളരെ വൈവിധ്യമാർന്ന ജനതയുള്ള വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ പിന്തുടരുന്ന ജാതിയും മതവും ഒക്കെ എല്ലാം വളരെ അതിസങ്കീർണമായ ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന പല പല അപകടത്തിൻ്റെതായ ചതിക്കുഴികൾ അവിടെയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ആ ചതിക്കുഴികളിൽ ഒന്നിലധികം കുഴിയിൽ മോദി വീണു എന്ന് വേണം തിരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണേണ്ടത്. ഒന്നെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയേണ്ടത് ഇന്ദിരാഗാന്ധിയുടെ കാര്യം എടുത്താൽ, ഇന്ദിരാഗാന്ധിക്ക് അന്നും കോൺഗ്രസ് ശക്തമായിരുന്നു, കോൺഗ്രസ്സിന് PCCകളുണ്ടായിരുന്നു. പക്ഷേ ഗരീബി ഹഠാവോ എന്നൊരു മുദ്രാവാക്യം ഉയർത്തി ആ മുദ്രാവാക്യത്തിൻ്റെ ബലത്തിൽ ഇന്ദിരാഗാന്ധി ഒറ്റയ്ക്ക് നയിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തി പാർലമെൻറ്റിൽ കൊണ്ടിരുത്തിയ ഒരു ചരിത്രവും ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ മാതൃക സ്വീകരിച്ചതല്ല, ആ മാതൃക ഇതിലും പിന്നെ ഫോളോ ചെയ്ത് കാണാൻ കഴിയും എന്നൊക്കെ കരുതി തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് ചീറ്റിപ്പോയതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മളിപ്പോൾ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാലും അന്തർദേശീയ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാലും മനസ്സിലാകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആരും അപരാജിതരല്ല. ഇപ്പം ഇന്ദിരാഗാന്ധി പറഞ്ഞതുപോലെ ഒറ്റയ്ക്കൊരു തിരഞ്ഞെടുപ്പിന് ഒരു തോളിലേറ്റി നടന്ന് തിരഞ്ഞെടുപ്പിനെ ജയിപ്പിച്ച് അധികാരത്തിലെത്തിയ ഇന്ദിരാഗാന്ധി, അത് കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ പിന്നീട് വന്ന ജനതാ പാർട്ടി, VP സിംഗ്, മൊറാർജി ദേശായി, ജോർജ് ഫെർണാണ്ടസ്, അവരെല്ലാം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചരിത്രത്തിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടതായ ചരിത്രമുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലർ ആയാലും അങ്ങനെ ആരെടുത്ത് നോക്കിയാലും അങ്ങനെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് വേണം കരുതാൻ. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞു, ഹിറ്റ്ലറിൻ്റെ കാര്യം പറഞ്ഞു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് ബ്രിട്ടനെ വിശേഷിപ്പിച്ചത്. അവിടെ സൂര്യൻ അസ്തമിച്ചില്ലേ? അപ്പോൾ പിന്നീട് മോഡി ഫാക്ടർ വർക്ക് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് മോഡിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ BJPയുടെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട്, അവരുടെ ഇപ്പം മോഡി ഇലക്ഷൻ്റെ ലാസ്റ്റ് ഫേസിൽ ആ രാമജന്മഭൂമി ക്ഷേത്രം, ശ്രീരാമ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചെങ്കിലും അതൊന്നും വിറ്റുപോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് തുടങ്ങിയത്. അതെല്ലാം തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്ന് വേണം UPയിലെ തിരഞ്ഞെടുപ്പ് ഫലം മാത്രം നോക്കിയാൽ മനസ്സിലാക്കേണ്ടത്. കാര്യം അയോധ്യയിൽ പോലും ഈ ശ്രീരാമക്ഷേത്രം ഇരിക്കുന്ന അയോധ്യയിൽ പോലും BJP തോറ്റുപോയി. 4.5 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വാരണാസിയിൽ മോഡിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷമായി കുറഞ്ഞു, 1.25 അങ്ങോട്ടായി കുറഞ്ഞു. അപ്പോൾ അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ലൈനപ്പും മോഡി എന്ന വ്യക്തിയുടെ ആ പ്രഭാവവും ഈ തിരഞ്ഞെടുപ്പിൽ വളരെ വളരെ ഭീകരമായി താഴ്ന്നു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം ദേശീയ തലത്തിൽ കാണിക്കുന്നത്.